ലോകകപ്പിൽ സൂപ്പർ എട്ടിലെ രണ്ടാം മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യ വിജയിക്കും മുമ്പ് തന്നെ സെമിയിലെത്താനുള്ള ഇന്ത്യക്കുള്ള വഴി വെട്ടിക്കൊടുത്തു ദക്ഷിണാഫ്രിക്ക. സൂപ്പർ എട്ടിലെ മറ്റൊരു നിർണായക മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ 9 വിക്കറ്റിന് ദക്ഷിണാഫ്രിക്ക തോൽപ്പിച്ചതോടെയാണ് ഇന്ത്യയുടെ വഴി ക്ലിയറായത്. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഇന്ത്യക്ക് സെമി ഫൈനലിൽ എത്താൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരുമായിരുന്നു. ദക്ഷിണാഫ്രിക്ക വിൻഡീസിനെതിരെ വിജയം നേടിയത് ഇന്ത്യക്ക് കാര്യങ്ങൾ ഒന്നും കൂടെ എളുപ്പമാക്കി. സൂപ്പർ എട്ടിലെ അവസാന മത്സരത്തിൽ വിൻഡീസിനെതിരെ വെറും വിജയം മാത്രം നേടിയാൽ മതി ഇന്ത്യക്ക് സെമിയിൽ കടക്കാൻ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വിൻഡീസ് ജയിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് സൂപ്പർ എട്ടിലെ സിംബാബ്വെക്കെതിരെയും വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരത്തിൽ വൻ മാർജിനിൽ വിജയിച്ചാൽ മാത്രമേ സെമിയിലെത്താൻ അവസരം ഒരുങ്ങുകയുള്ളായിരുന്നു. ആ ഒരു വലിയ സമ്മർദ്ദമാണ് ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്ക കുറച്ചു കൊടുത്തത്. സിംബാബ്വെക്കെതിരെ ഇന്ത്യ ജയിച്ചെങ്കിലും റൺ റേറ്റിൽ ഇപ്പോഴും വെസ്റ്റ് ഇൻഡീസ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. സെമി ഫൈനൽ ഉറപ്പിച്ച ദക്ഷിണാഫ്രിക്കയ്ക്ക് അവസാന മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ വിജയം നേടി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സെമിയിൽ കടക്കാം. അതേസമയം സെമിയിൽ കടക്കുന്ന രണ്ടാം ടീമായി ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിൽ വിജയിക്കുന്ന ടീമാണ് എത്തുക. സൂപ്പർ എട്ടിൽ വിൻഡീസിനെതിരെ ദക്ഷിണാഫ്രിക്ക അനായാസ വിജയമാണ് നേടിയത്. ക്യാപ്റ്റൻ എയ്ഡൻ മാക്രം മുന്നിൽ നിന്ന് ബാറ്റിങ്ങിൽ പട നയിച്ചപ്പോൾ 16-ാം ഓവറിൽ തന്നെ ദക്ഷിണാഫ്രിക്ക വിജയ റൺ മറികടന്നു. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് തുടക്കത്തിൽ നേരിട്ട വമ്പൻ ബാറ്റിംഗ് തകർച്ചയിൽ നിന്നും കരകയറി 8 വിക്കറ്റിന് 176 റൺസാണ് നേടിയത്. മാക്രത്തിൻ്റെയും കിൻഡൻ ഡീകോക്കിൻ്റെയും റിക്കറ്റിൻ്റെയും വെടിക്കെട്ട് ബാറ്റിങ്ങിലൂടെ 1 വിക്കറ്റ് നഷ്ടത്തിൽ ദക്ഷിണാഫ്രിക്ക വിജയം സ്വന്തമാക്കുകയായിരുന്നു.